അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ആണ്, ഒരു 1 man ഷോ എന്ന് പറയാം. അപ്പൊ അതിനു വേണ്ടിയിട്ട് വേദിയിലേക്ക് എത്തുന്നു അൻസു കോന്നി. അൻസു നമസ്കാരം. നമസ്കാരം ചേച്ചി. അപ്പൊ എന്താണ് ഇന്ന് പെർഫോം ചെയ്യാൻ പോണത്? ഇവിടെ ആദ്യം ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ കോമഡി മസാല എന്ന പ്രോഗ്രാം. നമുക്കെല്ലാം അറിയാം, സഞ്ചാരം എന്ന പ്രോഗ്രാം അറിയാം അല്ലേ? അപ്പൊ ഈ സഞ്ചാരത്തിലാണ് ഈ കോമഡി മസാലയെ കുറിച്ച് പറയുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കുന്നു എന്ന് ശ്രദ്ധിക്കാം. കേരളത്തിലെ പ്രശസ്ത ചാനലായ അമൃത ചാനലിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു കോമഡി റിയാലിറ്റി ഷോയാണ് ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത്. കേരളത്തിലെ പ്രശസ്തരായ മിമിക്രി താരങ്ങൾ അണിനിരക്കുന്ന ഈ പ്രോഗ്രാം പ്രേക്ഷക ലക്ഷങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിക്കുന്നു. പ്രേക്ഷക ലക്ഷങ്ങൾ ഇരുകൈനീട്ടി സ്വീകരിച്ച ഈ കോമഡി റിയാലിറ്റി ഷോയെ ഞങ്ങൾ വിളിച്ചത് കോമഡി മസാല എന്നാണ്. നമ്മൾ അടുത്ത് നമ്മുടെ ധർമ്മജൻ ചേട്ടന്റെ, കൊച്ചുകുട്ടികൾക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ധർമ്മജൻ ചേട്ടന്റെ വോയിസ് ഒന്ന് ചെയ്യുകയാണ്. എന്റെ പൊന്നു മുകേഷ് ചേട്ടാ അറിയോ, ഈ പിഷാട്ടിക്ക് കാരണം പൊക്കമണ്ണൊക്കെ ഉള്ളൂ, ബുദ്ധിയില്ല. മുകേഷ് ചേട്ടാ അറിയോ, കഴിഞ്ഞ ദിവസമാണെങ്കിലേ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള കംപ്ലീറ്റ് ആൾക്കാർ എന്നെ ദൈവത്തെ പോലെ കണ്ടു. ഞാനങ്ങോട്ട് ചെന്നപ്പോഴേ അവര് തലയൊക്കെ വെച്ചിട്ട് പറയാ, ദൈവമേ നീ പിന്നെ വന്നു. ഇദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സുഹൃത്താണ് രമേശ് പിഷാരടി. അപ്പോൾ രമേശ് പിഷാരടി, എന്റെ പൊന്നു മുകേഷ് ചേട്ടൻ പറയുന്നു മുകേഷിന് പറ്റത്തില്ല, ധർമ്മം പറയുന്നു ധർമ്മന് പറ്റത്തില്ല, മനോജ് പറയുന്നു മനോജിന് പറ്റത്തില്ല. എൻ്റെ പൊന്നു മുകേഷ് ചേട്ടാ, കഴിഞ്ഞ ദിവസമാണെങ്കിൽ ഞാനൊരു പരിപാടിക്ക് ചെല്ലാൻ നേരം അവിടെ ഒരു അമ്മയും കുഞ്ഞും വന്ന് എന്നെ പരിചയപ്പെട്ടു. അപ്പോൾ അമ്മ ചോദിച്ചു, മോളെ നിനക്ക് ഈ അങ്കിളിനെ മനസ്സിലായോ എന്ന്. അപ്പോൾ ആ കുട്ടി എൻ്റെ മുഖത്തൊക്കെ പറയാ, ഇത് നമ്മുടെ ദീപിക്കാത്തൊക്കെ പരിപാടി ചെയ്യുന്ന പിരാഷഡ്ഡി അല്ലേന്ന്. എൻ്റെ പേരിലൊരു ഷഡ്ഡി ഇറങ്ങി ഞാൻ ആദ്യമായിട്ട് വെക്കാം മുകേഷ് ചേട്ടാ. അടുത്ത നമ്മുടെ ഈ അരിസ്റ്റോ സുരേഷ് ചേട്ടൻ, നമ്മുടെ മുത്തേവന്നെ. അപ്പം പുള്ളിക്കാരൻ്റെ ഒരു പാട്ട് പാടുന്ന ആ ഒരു വോയിസും അത് കഴിഞ്ഞ് പുള്ളി ഇങ്ങനെ ഇതുപോലുള്ള ഫ്ലോറിലൊക്കെ വരുമ്പോൾ സംസാരിക്കുന്നു. മുട്ടേ പൊന്നെ പിണങ്ങളേ എന്നെ കുറ്റം ചെയ്തു ഞാൻ, മുട്ടേ പൊന്നെ പിണങ്ങളേ എന്നെ കുറ്റം ചെയ്തു ഞാൻ, എന്തിനു പെണ്ണെ നിനക്കിന്നു പിണക്കം, നീ എൻ്റെ കരളല്ലേ. ഇത് എന്നിട്ട് പുള്ളി ഇങ്ങനെ നമ്മൾ ഈ ഫ്ലോറിലൊക്കെ വരും. ഇപ്പം കല്യാണമൊക്കെ അടുത്തിരിക്കുകയാണ് ചേട്ടൻ, അരിസ്റ്റോ ചേട്ടൻ എൻ്റെ ഒരു ഏറ്റവും വലിയൊരു സുഹൃത്താണ്. അപ്പം ചേട്ടൻ ഈ ഫ്ലോറിലൊക്കെ വരുമ്പോൾ സംസാരിക്കുന്ന, അല്ലെങ്കിൽ ലൊക്കേഷനിലൊക്കെ ചെല്ലുമ്പോൾ സംസാരിക്കുന്ന ഒരു ശൈലിയുണ്ട്. എന്തിനാ ചെയ്യുന്നത്, എന്തിനാണേ പറയുന്നത്? ഓ തന്നെ വിവാഹമൊക്കെ വന്നിരിക്കുകയാണ്, ഒന്നും പറയണ്ട, ഒരു പൊളപ്പം പെണ്ണ് തന്നെ കേട്ടോ, ഒന്നും പറയണ്ടേ. ഇനിയും അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ശബ്ദമാണ്. അത് എന്ന് നിന്റെ മൊയ്തീൻ എന്ന ചിത്രത്തിലെ ഒരു ശബ്ദമാണ്. അത് ആ ഒറ്റ ഡയലോഗ് തന്നെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. ഈ പുഴയുടെ കര പിടിച്ച് നടന്നുള്ള ആ ഡയലോഗാണ്. അപ്പോൾ ആദ്യം നമ്മുടെ പൃഥ്വിരാജ്. എടി ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടല, അതിനെ എത്ര കടവത്ത് ഏതൊക്കെ തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം. ഇത് ഇദ്ദേഹത്തിന്റെ അമ്മ മല്ലിക സുകുമാരൻ ചെയ്താൽ എങ്ങനെയൊക്കെ ശ്രദ്ധിക്കാം. അയ്യോ ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അറബിക്കടല, അതിന് എത്ര കടമത്ത് ഏതൊക്കെ തോണിക്കാരും കുത്തി നിർത്തിയാലും ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ സുകുമാരൻ ചേട്ടൻ ഈ മല്ലികക്കുള്ളത് വാക്കാണ് ഏറ്റവും വലിയ. ഇത് സുകുമാരൻ ചേട്ടൻ ചെയ്താൽ എങ്ങനെയാണ്? അയ്യോ ഈ പുഴയുടെ കര പിടിച്ച് നടന്നാൽ അങ്ങ് അറബിക്കടൽ, അതിന് എത്ര കടമത്ത് ഏതൊക്കെ തോണിക്കാരൻ കുത്തി നിർത്തിയാലും ആ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിൽ എത്തുക തന്നെ ചെയ്യും. ആ ഇരുവഴിഞ്ഞിപ്പുഴ അറബിക്കടലിനുള്ളതാണെങ്കിൽ ആ മല്ലിക സുകുമാരനുള്ളതാ, വാക്കാണ് ഏറ്റവും വലിയ സത്യം. അടുത്ത് ടിനിട്ടോ ചേട്ടന്റെ നമ്മുടെ ഉല്ലാസേട്ടനെ ഒരു ജഡ്ജ്മെന്റ് ചെയ്യുന്ന ഒരു ശബ്ദമാണ്.
ഓക്കെ ഉല്ലാസേട്ടൻ ടാർസൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ചെയ്യുന്നു. അതെ അതെ ആ അപ്പോൾ ഈ ടാർസൻ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ജഡ്ജ്മെന്റ് ചെയ്യുന്നു. എന്നാൽ ടിനിച്ചേട്ടനാണ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഓക്കെ ഉണ്ട്, നന്നായിട്ടുണ്ട്. അതായത് ഉല്ലാസ് പന്തളം ചെയ്തിട്ടുള്ള ടാർസൻ എന്ന് പറയുന്ന കഥാപാത്രം വളരെ ഗംഭീരമായിട്ടുണ്ട്. സത്യത്തിൽ നമുക്കറിയാവുന്ന ടാർസൻ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം ഈ സിക്സ് പാക്ക് ഒക്കെ ഉള്ള ആളാണ്. പക്ഷെങ്കിൽ ഇവിടെ ഉല്ലാസ് ചെയ്ത ടാർസൻ എന്ന് പറഞ്ഞാൽ ഈ കൊടവയറൊക്കെ ചാടി ഈ സാമ്പാറും ചോറും ഇതിന് വളരെ ഗംഭീരമായിട്ടുണ്ട്. ഗുഡ് ലക്ക്. അപ്പൊ എന്തായാലും ഉല്ലാസേട്ടന്റെ പേര് പറഞ്ഞ സ്ഥിതിക്ക് ഉല്ലാസേട്ടന്റെ വോയിസ് ഉല്ലാസേട്ടന്റെ കേട്ടോക്കാം ക്ലിഞ്ഞാപ്പിളിഞ്ഞത്തെ എല്ലാ വർത്താനമാണ് ഈ പറയുന്നത്. നിന്നെ ആ നാട്ടുകാർ ആ സ്റ്റേജിന്റെ ഫ്രണ്ടിലിട്ട് തല്ലിക്കൊള്ളാൻ ഭാഗ്യമായി പോയി. പാനമ്പിള്ളത്തിയോ? എടാ പാനമ്പിള്ളത്തി, എത്ര പാനമ്പിള്ളത്തിയാടാ കടലിൽ കിടന്ന് പൊക്ക ഒരു ഒറ്റ കീറിയാൻ പറ്റിയെന്നാണ്ടല്ലോ. പറഞ്ഞേക്കാം. അടിപൊളി. ഇനി വേറെന്താ? ഇനി വേറെ നമ്മുടെ കൊച്ചുപ്രേമൻ ചേട്ടൻ വെള്ളം അടിച്ചിട്ട് സംസാരിക്കുന്നത്. അതായത് നമ്മുടെ പട്ടാഭിഷേകം എന്ന ചിത്രത്തിൽ അദ്ദേഹം ഒരു തഹസിൽദാരായിട്ടാണ്. അതിനകത്ത് ജയറാമേട്ടനൊക്കെ മദ്യം കൊടുത്തിട്ട് സംസാരിക്കുന്ന ഒരു ഏടോ മുഖാചക്രത്തിന്റെ കള്ളും ഒരു കോഴിക്കാലും മേടിച്ചെന്നെ മയക്കഞ്ഞ ഫോമക്കി അത് വെറുതെ ഏടോ മധ്യ തിരുവിതാംകൂറുകാരനായ ദിവാകര കൈമ്പൾക്ക് മധ്യമരുഹരമാടോ മധുരാശി ഒരു സുഖമാടോ കൊണ്ടുപോടോ മധുരാശി. മധുര മീനാശി അല്ല എടോ പെണ്ണിനെ കൊണ്ടുപോടോ. തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല. അടുത്ത ജോൺ ബ്രിട്ടാസ്. ഓക്കെ. ചേച്ചിക്ക് പകരം അദ്ദേഹമാണ് ഇതിന്റെ അവതാരകനെങ്കിൽ എങ്ങനെ ഇരിക്കുന്ന ശ്രദ്ധിക്കാം. നമസ്കാരം, കോമഡി മസാലയിലേക്ക് സ്വാഗതം. അരച്ച പൂങ്കാവനത്തിന്റെ അങ്കണത്തിൽ അമൃതവർഷത്തിന്റെ ഒറ്റച്ചിലമ്പണിഞ്ഞ് കാമ ക്രോധ മോഹങ്ങളുടെ മോഹപുരി അഗ്നിനാമ്പുകൾക്ക് വിട്ടുകൊടുത്ത ഫെമിനിസ്റ്റ് സങ്കല്പങ്ങളുടെ പുണ്യ ഭൂമിയായ കേരളം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി അമൃത ചാനൽ ഒരുക്കുന്ന കോമഡി മസാലയിലേക്ക് ഊഷ്മളമായ സ്വാഗതം. നാളെ തൊട്ട് ഇങ്ങനെ പറഞ്ഞാലോ? അപ്പോൾ ഏകദേശം സ്റ്റോക്കുകൾ തീർന്നിരിക്കുകയാണ്. അപ്പൊ സ്റ്റോക്ക് ഒന്ന് റീലോഡ് ചെയ്തിട്ട് വീണ്ടും വരിക. തീർച്ചയായിട്ടും വരും. ഇനിയും കുറച്ച് ഫിഗറും ഒക്കെ ആയിട്ട് വരണമെന്ന് ആഗ്രഹമുണ്ട്. അടിപൊളി. അങ്ങനെ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും വീണ്ടും വരിക. അപ്പൊ അൻസു എന്ന് പറയുന്ന നല്ലൊരു കലാകാരൻ നമുക്ക് വീണ്ടും പരിചയപ്പെടാൻ പറ്റിയല്ലോ. ഒരുപാട് സന്തോഷം. അപ്പൊ നന്ദി. വീണ്ടും വരിക. ഓക്കെ, താങ്ക് യു.